നോർത്ത് ഗോവ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സൗത്ത് ഗോവയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. നോർത്ത് ഗോവയിൽ കാണാൻ നമുക്ക് കൂടുതലും ബീച്ച് സൈഡാണ്. എന്നാൽ സൗത്ത് ഗോവയിൽ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ചർച്ചുകളൊക്കെ കാണാൻ പറ്റും. സൗത്ത് ഗോവയിലെ ഏറ്റവും പഴയ ചർച്ചാണ് ബസിലിക്ക ബൂം ജീസസ് ചർച്ച്. ഏറ്റവും പുരാതനമായ ചർച്ചാണിത്. പഴയകാല കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിച്ചപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിലുണ്ട്. വിശ്വാസികൾ ഇന്നും ഈ ചർച്ചിൽ പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഒരുപാട് തീർത്ഥാടകരും ഒരുപാട് സഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവയുടെ ഒരു റൂട്ട് മാപ്പിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ ചർച്ച്. അങ്ങനെ ഞങ്ങൾ ഈ ചർച്ച് കാണാനായിട്ട് എത്തി. ഇവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായി. കാരണം ഞായറാഴ്ചയാണ് എത്തിയത്. അതും നല്ല ഉച്ചയുടെ ടൈമിലാണ് ഞങ്ങൾ എത്തിയത്. 9 തുടങ്ങി 6 മണിയുടെ ചർച്ചിലേക്കുള്ള സമയം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട്, അതിലേക്കും അതെ. അതിൻ്റെ പാസ് ഒരു 10 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാം. അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ കൂടുതലും കാണലായിരുന്നു. പിന്നെ പരിപാടി അവിടെ പണി നടക്കുകയായിരുന്നു. കാരണം പഴയ ചർച്ചല്ലേ, അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ മെയിൻ്റെനൻസ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് മെയിൻ്റെനൻസാണ്. അവിടെ എത്തി അവിടുത്തെ ചരിത്രങ്ങളൊക്കെ കുറച്ച് വായിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ കാണാൻ തന്നെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇത്രയും വലിയ പുരാതനമായ പള്ളിയായിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും, പിന്നെ പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിച്ചപ്പോണ്ടായിരുന്ന ഓരോരോ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഫുള്ള് നമുക്ക് കാണാനായിട്ട്. ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ ഇപ്പോഴും ആരാധന നടക്കുന്നുണ്ട്. കാരണം ഇത്രയും പഴയ പള്ളിയായതുകൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസമാണ്. ക്രിസ്ത്യൻ സമുദായത്തിന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളൊരു പള്ളി കൂടിയാണ് ഈ ബസിലിക്ക ബൂം ജീസസ് പള്ളി. അതിനുള്ളിലേക്ക് കയറാൻ തന്നെ നല്ല തിരക്കുണ്ടായി. ഞങ്ങൾ ഒരു 6 പേരുണ്ടായി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. അതുകൊണ്ട് തന്നെ വിശപ്പുണ്ടായില്ല. അല്ലെങ്കിൽ ഇത്രയും ടൈമായിരുന്നു. ഉച്ച സമയത്താണ് ഞങ്ങൾ എത്തിയത്. നല്ല വിശപ്പായി തന്നെ. കാരണം ഇതിനുള്ളിൽ തിരക്കിലുള്ള സമയം ഉച്ച സമയം തന്നെയാണ്. ബാക്കി രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദമായൊരു പള്ളി, ഏറ്റവും പുരാതനമായ പള്ളിയാണ്. സത്യത്തിൽ ഇവിടെ ഫോട്ടോഗ്രാഫും വീഡിയോഗ്രാഫും ഒന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. അതിന് ഞാൻ എല്ലാവരോടും മാപ്പ് പറയുന്നു. കാരണം നിങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിഷമമുണ്ട്. എന്നാലും പിന്നെ നമ്മൊന്ന് എടുത്തുന്നുള്ളൂ. അങ്ങനെ പള്ളിയിലുള്ളിൽ ചെന്ന് എല്ലാവരും നല്ല സൈലൻറ്റിൽ പ്രാർത്ഥിക്കുകയാണ് കൂടുതലും. ഞാനൊന്ന് നന്നായി പ്രാർത്ഥിച്ച്. നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. അങ്ങനെ ഇത് നല്ല തിരക്കുണ്ടായി. ഒരു വരിയാണ്. ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10,500-2,000 സ്ക്വയർ ഫീറ്റ് വരും. ഇത് നടന്ന് കാണാനും പിന്നെ ഇവിടെ നമുക്ക് പ്രാർത്ഥന നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ കുർബാനൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ക്യൂ തന്നെയായിരുന്നു. ഈ ക്യൂ അവസാനിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു മ്യൂസിയത്തിലേക്കുള്ള വഴി ഉള്ളത്. പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർ ഭരിച്ചപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പോർച്ചുഗീസുകാരുടെ അവശിഷ്ടങ്ങൾ, അവരുടെ കുപ്പായങ്ങൾ, പിന്നെ പലവിധ കാര്യങ്ങൾ, ആയുധങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഗോവ വന്നിട്ട് ചരിത്രപ്രാധാന്യമായ കാര്യങ്ങൾ കാണാനായിട്ട് ഈ പള്ളിയിലേക്കാണ് വന്നത്. അത്രയ്ക്ക് പ്രാധാന്യം അറിയിക്കുന്ന പള്ളിയാണ് ഈ പള്ളി എന്ന് പറയുന്നത്. എല്ലാവിധ മതസ്ഥരും ഇവിടെ വന്ന് പോകും. കാരണം വിശ്വാസികൾക്കും ഈ പള്ളി ഭയങ്കര പ്രാധാന്യമാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ പള്ളിയുടെ പഴയ കാല ഫോട്ടോസും പിന്നെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതും പോർച്ചുഗീസുകാരുടെ അവശിഷ്ടങ്ങളായ എല്ലാവിധം കണ്ട് പള്ളിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴും നല്ല അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം എല്ലാവിധ നല്ല ചെടികളും വെച്ച് അതിമനോഹരമായിട്ട് അലങ്കരിച്ച ഒരു മുറ്റമായിരുന്നു പിന്നെ കണ്ടിരുന്നത്. പിന്നെ ഈ പള്ളിയിൽ അച്ഛന്മാർ കുർബാന നടത്തുന്നുണ്ടായി. അങ്ങനെ പലവിധ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. ഗോവയിൽ ഒന്ന് എന്തായാലും പോകേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ സെൻറ്റ് ജീസസ് പള്ളി എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ക്രിസ്ത്യൻസാണ് ഇവിടെ ഏറ്റവും കൂടുതലും വന്ന് തൊഴുകുന്നതും അവർ ഭക്തിമാർഗത്തിലായിരിക്കുള്ളൂ കൂടുതലും. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു നല്ലൊരു പഴയ പള്ളിയുടെ തന്നെ ബാക്ക് വശവും അതിൻ്റെ പുരാതന കാര്യങ്ങളൊക്കെ കണ്ടുള്ളത്. ഒരു ചെറിയ ധ്യാനകേന്ദ്രം പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഒന്ന് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ പരിപാടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിരിക്കുമായിരുന്നു. പിന്നെ കാരണം ഈ പള്ളി കണ്ടു വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായി നടക്കാനുണ്ട്. നന്നായി ടയേർഡാവും.
പിന്നെ ഈ പള്ളിയുടെ ഓരോരോ വശങ്ങളാണ്. കാരണം ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പുരാതനപ്പെട്ട പള്ളിയാണ്. അതുകൊണ്ട് തന്നെ കുറേ കാണാനുണ്ട്. ദൈവന്മാരൊക്കെ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകാൻ നോക്കി. കാരണം ഇപ്പം തന്നെ ടൈം വൈകി. ഇവിടെ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട്. അതും പല നാട്ടുകളിൽ നിന്ന്, പല പ്രദേശത്തു നിന്ന്. ഞാനും അതെ, ആകെ വേർത്ത് കുളിച്ചിരുന്നു ഇവിടെ വന്നപ്പോഴത്തേനും. കാരണം കുറച്ച് നടക്കാനുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഗോവയിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതും ഇതേപോലെ തന്നെ ഈ പള്ളിയുടെ അവശിഷ്ടം വെച്ച വേറൊരു മ്യൂസിയം വരുന്നു. പുരാതന ബ്രിട്ടീഷുകാർ പൊളിച്ചില്ലായിരുന്നെങ്കിൽ ഈ പള്ളിയൊക്കെ ഗംഭീര പള്ളിയായിരുന്നു. ഇപ്പോഴതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു.